ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 അതായത് 3 വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എത്ര വോട്ടർമാരായിരുന്നു, വോട്ടർമാരുടെ എണ്ണം കൂടിയോ, ശതമാനത്തിലെ കുറവ് ആരെയായിരിക്കും തുടയ്ക്കുക, അത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ചേലക്കരയിലെ ആകെ വോട്ടർമാർ നോക്കൂ, 1,98,392 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ 1,53,673 വോട്ടുകൾ പോൾ ചെയ്തു. ശതമാനം 77.46 ആയി നിൽക്കുകയാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം കണക്കിൽ മാറ്റമുണ്ട്. ആകെ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 2,13,103 വോട്ടർമാരായി, അതായത് 15,000 വോട്ടർമാർ ചേലക്കരയിൽ കൂടിയിട്ടുണ്ട്. എങ്കിലും പോളിംഗ് ശതമാനം കിടക്കുന്നത് 72.77%. 1,55,077 പേർ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് ചെന്നത്. ഇതാണ് കണക്ക്. ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ആഴത്തിൽ വിശകലനം ചെയ്യാം. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ വോട്ടുകൾ, സാധ്യതകൾ, അത് ആർക്കൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിനായി നമ്മൾ ആദ്യം പോകുന്നു വരവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിൽ വരുന്നത് 1 മുതൽ 13 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളാണ്. അതായത് ആദ്യം എണ്ണുന്നതും വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണെന്ന് ചുരുക്കം. വരവൂർ പഞ്ചായത്തിലെ 1 മുതൽ 13 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ 73.08% ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 73 എന്ന് പറയുന്നത് കുറവാണ്. CPIM ലീഡ് പ്രതീക്ഷിക്കുന്ന ഒരു പഞ്ചായത്താണ് വരവൂർ എന്നതുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ലീഡിൽ കുറവുണ്ടാകുമോ? രാധാകൃഷ്ണന് കിട്ടിയ അത്രയും വോട്ടുകൾ പ്രദീപിന് കിട്ടില്ലേ? ആ ഒരു ടെൻഷനുണ്ട്. അടുത്തത് ദേശമംഗലം ഗ്രാമപഞ്ചായത്താണ്. ദേശമംഗലത്ത് വരുന്നത് 14 മുതൽ 28 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളാണ്. ദേശമംഗലത്തെ പോളിംഗ് ശതമാനം 73 നിൽക്കുന്നത്. ഇത് പോരാ. കാരണം UR പ്രദീപിന്റെ നാടാണ് ദേശമംഗലം. CPIMന്റെ ലീഡ് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണൻ ലീഡ് അവിടെ പക്ഷേ 200-ൽ താഴെ ആയി പോയിരുന്നു. അത് UDF പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിനാണ് അവിടെ പഞ്ചായത്ത് ഭരണം UDF നഷ്ടമായത്. രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന പ്രതീക്ഷ ദേശമംഗലം UDF നൽകുന്നുണ്ട്. രമ്യ ഹരിദാസിന്റെ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ ദേശമംഗലം കേന്ദ്രീകരിച്ചും നിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത്. വള്ളത്തോൾ നഗറിൽ വരുന്നത് 29 മുതൽ 46 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ്. 72.48% മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി LDF മികച്ച ലീഡ് നൽകുന്ന പഞ്ചായത്താണ് വള്ളത്തോൾ നഗർ. പഴയ കോൺഗ്രസ് കോട്ടയാണ്. BJP പക്ഷേ ഇവിടെ വള്ളത്തോൾ നഗറിൽ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ട് വർധന BJPക്ക് ഉണ്ടായാൽ അത് പ്രശ്നമാകും എന്ന് ചുരുക്കം. അടുത്തതായി നമുക്ക് പോകേണ്ടത് പാഞ്ഞാളിലേക്കാണ്. പാഞ്ഞാൾ പേരുകേട്ട നാടാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ വരുന്നത് 47 മുതൽ 65 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളാണ്. അവിടെ നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 75.06% പാഞ്ഞാളിലെ പോളിംഗ്. LDF എക്കാലത്തും ലീഡ് കൊടുക്കുന്ന പഞ്ചായത്താണ് പാഞ്ഞാൾ. അവിടെ ഇത്തവണ തങ്ങൾക്ക് ലീഡ് കിട്ടുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത് പാഞ്ഞാളിലാണ്. അപ്പോൾ പാഞ്ഞാൾ ആരെ തുണയ്ക്കും എന്നുള്ളത് പ്രതീക്ഷയോടെ രണ്ടു കൂട്ടരും ഉറ്റുനോക്കുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ചേലക്കര എന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പേരിൽ തന്നെയുള്ള പഞ്ചായത്ത്, ചേലക്കര ഗ്രാമപഞ്ചായത്ത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലാണ് 66 മുതൽ 96 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വരുന്നത്. അവിടെ പക്ഷേ പോളിംഗ് കുറഞ്ഞു. 72.43% മാത്രമാണുള്ളത്. UDF മികച്ച ലീഡ് പ്രതീക്ഷിക്കുന്ന പഞ്ചായത്താണ് ചേലക്കര. അതുകൊണ്ട് രമ്യ ഹരിദാസിന് ടെൻഷൻ ഉണ്ടാകും. നിലവിൽ LDF ഭരണമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥലമാണ്. K രാധാകൃഷ്ണൻ പിന്നിൽ പോയ അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്ത് വരുന്നത് ഈ ചേലക്കര പഞ്ചായത്തിലാണ്. അടുത്തതായി നമുക്ക് പോകേണ്ടത് കൊണ്ടാഴിയിലേക്കാണ്. കൊണ്ടാഴി പഞ്ചായത്തിൽ വരുന്ന പോളിംഗ് സ്റ്റേഷനുകൾ 97 മുതൽ 112 വരെയാണ്. അവിടെയും പോളിംഗ് ശതമാനം അത്രയ്ക്ക് അങ്ങോട്ട് ഉയർന്നിട്ടില്ലെന്നേ. 73.82% അവിടുത്തെ പോളിംഗ്. UDF ഭരിക്കുന്ന പഞ്ചായത്താണ് കൊണ്ടാഴി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ LDF ലീഡ് കിട്ടിയത്. ഇരു മുന്നണികളും ഇവിടെ ഒപ്പത്തിനൊപ്പമാണ്. കൊണ്ടും കൊടുത്തും കൊണ്ടാഴിയിൽ നിൽക്കുകയാണ് രണ്ട് മുന്നണികളും. അടുത്തതായി നമുക്ക് പോകേണ്ടത് തിരുവല്ലോമലയിലേക്കാണ്. തിരുവല്ലോമലയിൽ പോളിംഗ് സ്റ്റേഷനുകൾ വരുന്നത് 113 മുതൽ 132 വരെയാണ്. അവിടെയും പോളിംഗ് ശതമാനം കുറഞ്ഞു. 70.95% തിരുവല്ലോമലയിലെ പോളിംഗ്. തിരുവല്ലോമല LDF കോട്ടയാണ്. അവിടെ വർഷങ്ങൾക്ക് ശേഷം UDF ഇത്തവണ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല BJP വോട്ട് വർധന അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് നടന്നിരിക്കുന്നത് തിരുവല്ലോമലയിലാണ്. K ബാലകൃഷ്ണന്റെ പരിചിതമായ സ്ഥലമായതുകൊണ്ട് അവിടെ ബാലകൃഷ്ണൻ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് പണിയാകും എന്നുള്ളത് അറിയാൻ നമുക്ക് കാത്തിരുന്നേ എന്തായാലും പറ്റൂ. അടുത്തതായി നമുക്ക് തിരുവല്ലോമലയിൽ നിന്ന് മുള്ളൂർക്കരയിലേക്ക് പോകാം. മുള്ളൂർക്കര പഞ്ചായത്തിൽ വരുന്ന പോളിംഗ് സ്റ്റേഷനുകളാണ് 133 മുതൽ 147 വരെ. അവിടെ പോളിംഗ് ശതമാനം 72.55%. അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. പക്ഷേ UDF ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് മുള്ളൂർക്കരയിൽ എന്നുള്ളതാണ്. കാരണം BJPക്കും ഇവിടെ സ്വാധീനമുണ്ട്. അപ്പോൾ മുള്ളൂർക്കരയിൽ അങ്ങനെ പോയാൽ LDF വോട്ടുകൾ കുറേയെങ്കിലും BJPക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ UDF ലീഡ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് പഴയന്നൂരിലേക്ക് കൂടി ഒന്ന് പോകാം. പഴയന്നൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് 148 മുതൽ 177 വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വരുന്നതാണ്. അവിടെയും പോളിംഗ് ശതമാനം കാര്യമായി ഉയർന്നിട്ടില്ല. 72.44%. ഇരു മുന്നണികളും പഴയന്നൂരിന്റെ കാര്യത്തിൽ കണക്ക് നിരത്തി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പഴയന്നൂർ ആരെ തുണയ്ക്കുമെന്നറിയാൻ നമുക്ക് വോട്ട് എണ്ണുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ എന്നുള്ളതാണ് വസ്തുത.